ഹായ് ഓൾ, എല്ലാവർക്കും വന്ദനം. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സെൻറ്ററിൽ വന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അത് ആ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള മിക്ക കുട്ടികളുടെയും പ്രശ്നമാണ്. അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി പീർ പ്രഷറിനകത്ത് വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പം പത്തനംതിട്ട സ്വദേശിയാണ് ആ കുട്ടി. പത്തനംതിട്ടയിൽ നിന്ന് ആ കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നു, പേരൻസിൻ്റെ കൂടെ വന്നത്. അപ്പോൾ പേരൻസ് പറഞ്ഞത് ക്ലാസ്സുകൾ ബങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തന്നെ. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ബങ്ക് ചെയ്യുക. ഇപ്പോൾ ടീച്ചേഴ്സ് പേരൻസിനെ വിളിച്ചു, സ്കൂളിലെത്തി, ഒരു സംസാരം കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് അടുപ്പിച്ച് ക്ലാസ്സുകൾ ബങ്ക് ചെയ്യുന്നു എന്ന്. ഉച്ചയ്ക്ക് ബങ്ക് ചെയ്യുന്നു, എന്തെങ്കിലും കള്ളം പറഞ്ഞായിരിക്കും ബങ്ക് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ സ്കൂളിൽ എത്തുന്നേ ഇല്ല, പക്ഷേ കറക്റ്റായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായി. അങ്ങനെ സസ്പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പം അവനെ നോക്കിയാക്കിയിട്ട് നല്ലൊരു കൗൺസിലറിനെ കണ്ടിട്ട് തിരിച്ച് കയറിയാൽ മതി എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് പേരൻസ് നമ്മുടെ അടുത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു കുഞ്ഞു പോലും അവൻ്റെ സ്കൂളിൽ അവൻ്റെ ക്ലാസ്സിൽ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും ഉഴപ്പി നടക്കുന്നവരാരും അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി അവൻ പഠിക്കുന്ന കുട്ടികളോട് കയറാൻ താല്പര്യമില്ല. ഉഴപ്പി നടക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, അവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പായി അവരോട് കയറി. അപ്പോൾ അവർ പറഞ്ഞടാ, നല്ല ആൺപിള്ളേരെ നടക്കണമെങ്കിൽ, ആണാണെങ്കിൽ നടക്കണമെങ്കിൽ, നല്ല ആണായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്യണം. എന്നും വന്ന് ഈ ക്ലാസ് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സൊക്കെ ഇടയ്ക്ക് ബങ്ക് ചെയ്താലേ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഇവൻ ക്ലാസ് ബങ്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു, പിടിക്കപ്പെടുമോ പേടി. അവസാനം കള്ളം പറഞ്ഞു, എൻ്റെ ഇന്നാരി മരിച്ചുപോയി, അതിൻ്റെ കർമ്മമുണ്ട്, അല്ലെ ഇന്ന കല്യാണമുണ്ട്, അല്ലെ ഇന്ന ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ കാരണങ്ങൾ പറയാമെന്ന് ടീച്ചേഴ്സ് അത് വിശ്വസിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സ്ഥിരമായി കഴിഞ്ഞു. ചില ദിവസങ്ങൾ ക്ലാസ്സിലേക്ക് കാണാതായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിരമായി എക്സാമിൻ്റെ ഒക്കെ സമയം എത്തിയപ്പോൾ അറ്റൻഡൻസിൻ്റെ ഒരു ഷോർട്ടേജ് വന്നപ്പോഴാണ് പേരൻസിനെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് അടുപ്പിച്ച് ബങ്കിങ്ങാണ്. ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ടല്ല ബങ്ക് ചെയ്യുന്നത്, കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് ഡിസിഷൻ എടുക്കുക. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇത് പല കുട്ടികളുടെ ഒരു അനുഭവമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഓവർകം ചെയ്താൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഒന്ന്, ഈ കുട്ടികൾക്ക് അസേർട്ടീവ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, ഫാമിലിയിൽ നിന്നാണ് അത് പഠിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് നോ പറയാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കണം. നോ പറയേണ്ടിടത്ത് നോ പറയാനും യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനുള്ള ഒരു ആർജവത്വം നമ്മുടെ കുട്ടികൾക്ക് വേണം. തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആവശ്യമുള്ളത് ട്രെയിനിങ് ആണ്. വീട്ടിൽ നിന്ന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് സ്കൂളിൽ നിന്ന് ലഭിക്കും. ഇവിടെ രണ്ടും പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കണം. അസേർട്ടീവ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. 2, ഇതിനെ ഓവർകം ചെയ്യാനുള്ള, കൂട്ടുകാരോട് നോ പറയണമെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള വിൽ പവർ നമുക്ക് ഉണ്ടാക്കിയിടും. അതുണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ട്രെയിനിങ്. അതിനും നമുക്ക് ഫാമിലിയിൽ നിന്നാണ്. ഫാമിലി പറ്റിയില്ലെങ്കിൽ സ്കൂളിൽ നിന്നാവണം. അതും പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അസേർട്ടീവ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും. ഇനി ഈ കൂട്ടുകാരുടെ ഇടയിലുള്ള ഈ പീർ പ്രഷറൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള അടുത്തൊരു പ്രാക്ടിക്കൽ ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞു തരാം. മാക്സിമം ഈ സ്പോർട്സ് ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ ടർഫുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് വളരെ വളരെ സുലഭമാണ് അതൊക്കെ. നമ്മുടെ അയൽവക്കങ്ങളിലും നമ്മുടെ നാടുകളിലൊക്കെ വളരെ നന്നായി കയറി നിൽക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് സ്പോർട്സിൻ്റെ ടീമുകളൊക്കെ. അവിടെയൊക്കെ കുട്ടികളെ പറഞ്ഞു വിടുക. മാക്സിമം അവിടെ അവർ എൻഗേജ് ചെയ്ത് അവർ ആ സ്പോർട്സിലൊക്കെ എൻഗേജ് ചെയ്ത് ടീമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പം ഈ പീർ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കുറേയൊക്കെ അവർ പഠിക്കും. എപ്പോഴും വീടിനകത്ത് ഇങ്ങനെ കൂട്ടിലടച്ച പോലെ അവരെ വളർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് കൂട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ വഷളായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ചൊക്കെ കുട്ടികളെ മനസ്സിലാക്കണം നമ്മൾ. പേരൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം റീക്രിയേഷൻ ക്ലബ്ബുകളിലൊക്കെ അവരെ വിടുക മാക്സിമം. എന്നിട്ട് നന്നായിട്ട് കളികളിലൊക്കെ ഏർപ്പെട്ട് നല്ല ടീമിൻ്റെ കൂടെയൊക്കെ പാർട്ടായി, നല്ല സ്പോർട്സ് ടീമിൻ്റെയൊക്കെ ഭാഗമായി അവർ കുറച്ചൊക്കെ ഒന്ന് റാൻഡമായി മറ്റുള്ളവരോട് സംസാരിക്കാനും കൂട്ടുകാരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു പീർ ട്രെയിനിങ് അവർക്ക് അതിലൂടെ കൊടുക്കുക നമുക്ക് സാധിക്കും. 3ാമത്തെ കാര്യം, ലാസ്റ്റ് കാര്യം ഞാൻ പറയുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കുട്ടികളെ ചെറുപ്പം മുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പീർ ഗ്രൂപ്പല്ല, നമ്മുടെ കൂട്ടുകാരല്ല നമുക്ക് ഏറ്റവും വലുത്, നമ്മുടെ പേരൻസ് തന്നെയാണ്.
പേരൻസ് ആയിരിക്കണം അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി. ഒബ്വിയസ്ലി ഗോഡ്, ദൈവമാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് പേരൻസ് ആയിരിക്കണം അവരുടെ പ്രയോറിറ്റി. കൂട്ടുകാർ കൂടില്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും നെഗറ്റീവ് ഡിസിഷൻ എടുക്കരുത്. കൂട്ടുകാരുടെ പ്രീതി പറ്റാനും കൂട്ടുകാരെ സന്തോഷിപ്പിക്കാനും ഒരിക്കലും നെഗറ്റീവായ ഒരു കാര്യങ്ങളിലേക്ക് പോകരുത്. പലരും പോയി ചതിക്കുഴികളിൽ വീടുന്നത് അങ്ങനെയാണ്. അങ്ങനെ പോകരുത്. പേരൻസിനൊപ്പം നിൽക്കുക, പേരൻസ് നല്ല ഫ്രണ്ട്സ് ആവുക, പേരൻസിനെ നല്ല ഫ്രണ്ട്സ് ആക്കുക. ജീവിതം കൂടുതൽ അടിപൊളിയാക്കാൻ പറ്റും. കൂടുതൽ സന്തോഷകരമായിട്ട് അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു.